മഴ കാരണം പനിയും പകർച്ചവ്യാധിയും കൂടിയെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. മഴ ഇല്ലാത്തതിനാൽ പവർ കട്ട് വേണ്ടി വന്നുവെന്ന് വൈദ്യുതി മന്ത്രിയും പറയുന്നു. ഏതായാലും കേരളത്തിൽ മുമ്പ് നമുക്ക് പരിചിതമായിരുന്ന പവർ കട്ട് പൂർവാധികം ശക്തമായി തിരികെ വന്നിട്ടുണ്ട്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയതോടെ പാർട്ടിക്ക് സണ്ണി ഡേയ്സ് ആയിട്ടുണ്ട്. പക്ഷെ സണ്ണി വക്കീൽ വൈദ്യുതി മന്ത്രി ആയതോടെ തമസല്ലോ സുഖപ്രദം എന്ന് സമാധാനിക്കാനാണ് നമ്മുടെ വിധി. ഊർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്കുക, അതാ നല്ലതെന്ന് തോന്നാ. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. ചിലപ്പോ ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തില് കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. അച്ഛാ, ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. ഒന്നിങ്ങോട്ട് വരുവോ? ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്, ഫീസ് ഒന്ന് ഊരണം. മഴയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുണ്ട്, രാജ്യത്തിനപ്പുറത്തുമുണ്ട് എൽനിനോ പ്രതിഭാസം. മുംബൈയില് മഴയൊക്കെ ഉണ്ടോ? ഞാൻ ചെന്നതിന് ശേഷം പെയ്തിട്ടേ ഇല്ല. വെരി ഗുഡ്. കുരിപ്പ പോലും മുളക്കില്ലെന്ന് അറിയാം, എങ്കിലും വെറുതെ വിശേഷം ചോദിച്ചെന്നേ ഉള്ളൂ. വസ്തുതയായി കാണണമല്ലോ. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പം അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യുത് ശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടെ, അത് വെള്ളത്തിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്തെ? പറയാൻ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ, അത് മാത്രം അറിഞ്ഞാൽ മതി. ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. ഗവൺമെന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. അത് തെറ്റായ പ്രചരണമാണ്. നിങ്ങൾ ഏപ്രിൽ മാസം നോക്ക്, ആരുടെ കാലമാണ്? ഏപ്രിൽ മാസം 22 മുതൽ 27 വരെ വൈദ്യുതി കട്ടുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മെയ് 11, 18 വന്നേ. മെയ് 10, 11 തീയതികളിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. അയ്യോ, എന്റെ കാഴ്ച പോയി. കുറച്ച് നാളത്തേക്ക് ഈ പ്രയാസം ഉണ്ടാകും. പിന്നെ ജനങ്ങളും സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ലൈറ്റുകൾ, ആഡംബര വിളക്കുകൾ കത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു സംഘം വന്നിരുന്നു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്. അവര് ആവശ്യപ്പെട്ടത്, കേന്ദ്ര ഗവൺമെന്റ് പറയാൻ പോകാണ്, നമ്മളുടെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ AC ഇടുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാക്കണം. അത്രയാക്കിയില്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും ആക്കുക. ആഡംബര വിളക്കുകൾ ഒഴിവാക്കുക. രാത്രിയിൽ ഇസ്തിരി ഒഴിവാക്കുക. അങ്ങനെയുള്ള മോട്ടർ രാത്രിയിൽ ഒഴിവാക്കുക. കുറേയേറെ സഹകരിക്കുക. എന്തോന്നല്ലേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ, വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ? മണ്ണെണ്ണയൊക്കെ തീർന്നോ? മുൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മൈക്കാണ് പലപ്പോഴും പണിമുടക്കിയിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് വെളിച്ചം തന്നെ ഒളിച്ചു കളിക്കുകയാണ്. സ്വന്തം കട്ടായതിനാൽ സഹിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. പോർച്ചുഗീസുകാർ വരുന്നത്, പിന്നെ ഡച്ചുകാർ വരുന്നത്, പിന്നെ ബ്രിട്ടീഷുകാർ വരുന്നത്, പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം, പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ഞാൻ സംഘാടകനായ അദ്ദേഹത്തിന് ടെൻഷനായി. സംഘാടകർക്ക് ടെൻഷനാവും, ഞാൻ ടെൻഷനാകാതെ അവിടെ ഇരിക്കാനോ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഓടുന്ന വണ്ടിയിൽ കയറി നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. വണ്ടി നിർത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ.
സോറി, ഈ പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് വലിയ പിടിയില്ല. കറണ്ട് വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷനായിട്ട് കാര്യം. തേവര കോളേജിൽ വെച്ച് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മുഖാമുഖം കണ്ടിട്ടും ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും മുഖ്യമന്ത്രി കാണിക്കാത്തത് അഖില ലോക KSUക്കാർക്ക് നാണക്കേടായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി തിരക്കിനിടയിൽ വിട്ടുപോയതാണെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചതാണ് പ്രശ്നം. മുഖ്യമന്ത്രി മുഖത്ത് നോക്കാത്ത KSU ഇനി എങ്ങനെ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കും എന്നതാണ് KSUവിനെ അലട്ടുന്ന പ്രശ്നം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. കളിക്കളം ഇത് കളിക്കളം, പടക്കളം ഒരു പടക്കളം. മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങ് കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പോയി. അദ്ദേഹം KSU പ്രസിഡന്റിനെ കണ്ടില്ല, പുറകിലാണ് ഉണ്ടായിരുന്നെന്നാണ് എന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. രാവിലെ മുതൽ നിന്നെ അന്വേഷിച്ച് കേറി ഇറങ്ങാൻ ഒരു ബസ്സില്ല. ഞാൻ കണ്ടു, ഞാൻ നിന്നെ വിളിച്ചു, നീ ഉറക്കെ വിളിക്കാൻ വിളിച്ചെന്റെ തൊണ്ട പൊട്ടി. നീ അല്ലേ ആള് നന്ദു നന്ദു എന്ന് പെതുക്കെ വിളിച്ചാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിഷയം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സർക്കാരിന്റെ മുൻപിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഇവിടെ KSUവിനെ കാണാതെ ഇരിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാൻ വിളിച്ച നീ കേട്ടില്ലേ? ഇല്ല, എനിക്ക് അപ്പോഴേ തോന്നി. സർക്കാർ വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ് പാർട്ടിയിലെ ഭിന്നസ്വരം പതുക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. KSU പ്രസിഡന്റിനെ അനുകൂലിച്ചും എതിർത്തും വിദ്യാർത്ഥി സംഘടനയിലും പാർട്ടിയിലുമുള്ളവർ പോരു തുടങ്ങിയതോടെ ഹൈക്കമാൻഡ് വരെ ഇടപെട്ടിരിക്കുന്നു. എന്തെങ്കിലും KSU എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. തേവര കോളേജിൽ നടക്കുന്ന ഒരു പൊതുപരിപാടി, ആ പൊതുപരിപാടിയിൽ മുഴുവൻ മീഡിയയും സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത്തരം ഒരു ഗൗരവതരമായ വിഷയം സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത്തരം ഗൗരവ സ്വഭാവമുള്ള പാർട്ടിക്കകത്ത് ഇന്ത്യയുമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. നീ ആർക്കിട്ടാ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട. കാരണം ഈ ഗവൺമെന്റ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജനങ്ങളാകെ പ്രതീക്ഷിച്ച് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ്. അത്രയേറെ ബഹുമതി നൽകി തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഗവൺമെന്റിലുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അലോസരങ്ങൾ ഉണ്ടാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അതിനകത്ത് അവരെ കുറ്റപ്പെടുന്നില്ല. ആ വിഷമങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ തന്നെ പരിശ്രമിക്കാൻ പാർട്ടി ശ്രമിക്കും, ഗവൺമെന്റ് ശ്രമിക്കും. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, പോകാം. പക്ഷേ അതിന് സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും CPM തമ്മിലുള്ള തർക്കവും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് തർക്കമാണ്? അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പരിഹരിക്കും. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, പോകാം. പക്ഷേ അതിന് സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. മുൻ SFIക്കാരിയെ ഗവൺമെന്റ് പ്ലീഡർ ആക്കിയതാണല്ലോ KSUവിനെ ചൊടിപ്പിച്ചത്. എങ്ങനെ ഈ നിയമനം നടന്നുവെന്ന് മുൻ മന്ത്രി K. ബാബു വെളിപ്പെടുത്തുന്നു. KSUവിന് അഭിപ്രായം പറഞ്ഞത് തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. യുവ MP ഹൈബി അല്ലെങ്കിൽ പിന്നെ ഷാഫി പറമ്പിലാണോ?
ഷാഫി പറമ്പിലോ അല്ല, ഞാൻ തീർത്തു പറയാം. യുവ MP-മാരിൽ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP-യോ അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്താണ്. ഹൈബിയും ഷാഫിയുമല്ല, നിത്യ യൗവനമുള്ള കൊടിക്കുന്നിലുമല്ല, പിന്നെ ആര്? ഡീൻ കുര്യാക്കോസ്? നീയാണോ? അതെ, ഞാനാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഈ പറയപ്പെടുന്ന നിയമനത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒട്ടനവധി ആളുകളെ ഞാൻ വീണ്ടും ശുപാർശ ചെയ്തിട്ടുണ്ട്. KSUവിനെ മുഖ്യമന്ത്രിയെ അവഗണിച്ചുവെങ്കിലെന്ത്, ചേർത്തു പിടിക്കാൻ VM സുധീരൻ എത്തുന്നു. സ്വതന്ത്ര വിമർശനത്തിലുള്ള KSUവിന്റെ അവകാശത്തിനു വേണ്ടിയും സുധീരൻ ഇടപെടുന്നു. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. എങ്ങനെ? അന്നത്തെ പാർലമെന്ററി പാർട്ടി ലീഡർ K. കരുണാകരൻ, KPCC പ്രസിഡന്റ് KK വിശ്വനാഥൻ, ആ നിലയിൽപ്പെട്ട പഴയ തലമുറയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ യുവജനരംഗത്ത് ആർജവങ്ങൾ നടത്തിയ ആ കാലമാണ്. അതിൻ്റെ തുടർച്ചയാണ് ശ്രീ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു. ശ്രീ അലോഷ്യസ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. സർക്കാരിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതാണല്ലോ അലോഷ്യസ് സേവ്യർ ചെയ്ത തെറ്റ്. പരസ്യമായി തിരുത്തൽവാദവും ഗ്രൂപ്പ് യുദ്ധവും നടത്തിയവരല്ലേ ഇളം തലമുറയും മാതൃകയാക്കുക. ഇനി ഇന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പറഞ്ഞതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. സമാനതകളില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അസാമാന്യമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ നിരന്തരമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേക്കുന്നു. അത് അതിൻ്റെ ഗ്രാഫ് താഴോട്ട് വരുന്നു. അത് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം എനിക്കുണ്ട്. അഴിമതിയുടെ കരുനിഴലിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരണം. രണ്ടാം UPA യുടെ സ്ഥിതി വരരുത്. പ്രത്യേകമായി ശ്രദ്ധിക്കണം.